ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഒരുപാട് ദിവസത്തിന് ശേഷം ഐ തിങ്ക് ഒരു 2 weeks എങ്കിലും ആകും ഞാൻ റീൽസൊക്കെ എടുത്തിട്ട്. എൻ്റെ ആ ഒരു ഫുഡ് പോയ്സൺ വന്നതിന് ശേഷം ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു. ബട്ട് യൂട്യൂബിൽ ചെയ്യുന്നുണ്ടായിരുന്നു, ബട്ട് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ആഫ്റ്റർ 2 weeksന് ശേഷം ഞാൻ റീലെടുത്തു ആൻഡ് പോസ്റ്റ് ചെയ്തു. സോ എല്ലാവരും എൻ്റെ ന്യൂ റീല് പോയി കാണാം. അപ്പോൾ അതിനുശേഷം ഞാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴും അച്ഛൻ പറഞ്ഞത് അമ്മയും അമലയും ഇവിടെ ഇല്ല, സോ അവർ വരുമ്പോഴത്തേക്കും നമുക്ക് അവർക്കൊരു ഫുഡ് സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. സോ അത് മാത്രമല്ല, അച്ഛൻ ഇന്നൊരു വീഡിയോ എടുക്കാനുണ്ട് യൂട്യൂബിലിടാനായിട്ട്. അപ്പം അതൊക്കെയാണ് ഇതിൽ കാണുന്നത്. ഹായ്, നമസ്കാരം. ഇന്നുണ്ടാക്കാൻ പോണ ഫുഡ് നമ്മളെ നാടൻ ഫുഡ് തന്നെയാണ്. ബീഫിൻ്റെ കൂടെ പത്തിരി. യെസ്, നമ്മൾ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമുക്ക് അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണാം. പച്ചമുളക് കഴുകി വൃത്തിയാക്കി കൊടുക്കണം. അച്ഛൻ ഓൾറെഡി ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്, ഇവിടെയാണ് ഞാൻ ഉള്ളി കട്ട് ചെയ്യാത്തത്, കാരണം കണ്ണ് നീറും ഗൈസ്. ഓക്കെ, പച്ചമുളക് കഴുകി വൃത്തിയാക്കി കൊടുക്കാം. എന്നിട്ട് എന്ത് ചോദിച്ചാൽ യഥാർത്ഥ പാചകക്കാരൻ്റെ കണ്ണ് നീറൂല. അതാണ് ടെക്നിക്ക്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ പാചകം ചെയ്യാറുണ്ട്. ഇപ്പൊ ചെയ്യും. ആക്ച്വലി കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ? ഇപ്പോൾ ചില ആൾക്കാർക്ക് എങ്ങനെയാണ് കുക്കിംഗ് ഒരു പാഷനായിട്ട് മാറും, പക്ഷെ അത് ചിലപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ടച്ച് വിട്ടാൽ പിന്നെ അത് തിരികെ വരാൻ വളരെയേറെ സമയമെടുക്കും. അങ്ങനെ ഒരു സാധനമാണ് സമയ്ക്കൽ. അതായത് ഷെഫ് എന്ന് പറയാൻ പറ്റില്ല, കുക്കിംഗ്. ഇത് ഓൾറെഡി കഴുകിയതാണല്ലേ? പിന്നെ എന്താ ചെയ്യണം? പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാചകത്തിന് മെയിനായിട്ട് ആവശ്യം ഗുരുത്വം വേണം, എങ്കിലേ ചെയ്യുന്നത് സക്സസ്ഫുൾ ആവുള്ളൂ. സോ എല്ലാവർക്കും ഗുരുത്വം വേണം. ഓരോ സാധനങ്ങളായിട്ട്, അത് സവാളയായിരുന്നാലും ഉള്ളിയായാലും കറിവേപ്പായിരുന്നാലും മല്ലിയിലയായിരുന്നാലും അരിഞ്ഞു നുറുക്കി ഓരോ ഭാഗത്ത് വയ്ക്കുക. അതൊരു ഭയങ്കര എന്താ പറയാ, നല്ല വിശ്വാസമാണല്ലേ പാചകം. അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് വരും. ഈ ഒരു ഈച്ച കുറേ ശ്രദ്ധ എപ്പോഴും നമുക്ക് പാചകപ്പുരയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പാചകത്തിൽ തന്നെ ആയിരിക്കണം. മൈൻഡ് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ കൈമുറിയണത് അത് തിന്നി കേട്ടാ. അടുപ്പ് കത്തിച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു സാധനം അതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഇപ്പുറത്ത് വേറെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, തെറ്റില്ല. പക്ഷേ മൈൻഡ് അവിടെ ആയിരിക്കണം. ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകുകയും ചെയ്യും. ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ തന്നെയാണ് കാട്ടിക്കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ അമ്മ ഇവിടെ ഒരുപാട് വെളുത്തുള്ളി പൊടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാ വെളുത്തുള്ളിയും പൊടിച്ചു നോക്ക്. എല്ലാ വെളുത്തുള്ളിയും പൊടിച്ചു. അത് പൊളിച്ചു വെച്ചോണ്ടാണോ പൊടിച്ചത്? നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് പൊടിച്ചു വെച്ചോണ്ട്. യൂസ് ചെയ്യാത്തത് പൊടിച്ചു. നനവ് കൂടുതൽ അതിൽ ചെല്ലാനുള്ള സാധ്യത ഉണ്ടായി, അതുകൊണ്ട് അത് പൊടിച്ചു. ഞാനിവിടെ കാണിക്കാൻ വന്നത് നമ്മളുടെ ഓണിയൻ ആൻഡ് പച്ചമുളക് ഇവിടെ റെഡിയാണ്. ശരി, ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ട് വരാം. അവിടെ അല്ലേ വെക്കേണ്ടത്? നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പോകും. അതിന് ശേഷമേ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, കാരണം ഇത് അച്ഛൻ്റെ ഒരു വീഡിയോ ആണ്. സോ അതിൻ്റെ ഇടയിലാണ് ഞാൻ വന്നിട്ടൊരു വ്ളോഗാക്കി എടുക്കുന്നത് അല്ലേ സാർ? അതെ അതെ, അച്ഛൻ്റെ ഒരു മെയിൻ വീഡിയോ ആണ്. ഞാൻ അതിൽ ചെറിയൊരു വ്ളോഗാക്കി നിങ്ങൾക്ക് കാണിക്കുന്നത്, കാരണം എനിക്ക് ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ബിഹൈൻഡ് ദ സീൻസ്, അല്ലെങ്കിൽ അച്ഛൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ബിഹൈൻഡ് ദ സീൻസ്, ഓർ എൻ്റെ റീൽസ് എടുക്കുമ്പോൾ, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ അത് ഞാൻ ഇന്ന് അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ് ആൻഡ് ബീഫും ഇവിടെ റെഡിയാണ് അല്ലേ? ശരി, എന്താണ് വേണ്ടത്? ഇനിയാണ് നമ്മൾ ബീഫിൻ്റെ വർക്ക് തുടങ്ങാൻ പോകുന്നു. യെസ്, സോ അച്ഛൻ്റെ ഇന്നത്തെ കുക്കിങ്ങിൽ നമ്മൾ ആദ്യത്തെ കാര്യം ചെയ്ത് കഴിഞ്ഞു. മീൻസ് ബീഫ് നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞു. സോ അത് റെഡി ആയതിനു ശേഷമേ അതിൻ്റെ മിക്സ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആ ഒരു ടൈം നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. കഴിച്ച് നമ്മളങ്ങനെ നമ്മുടെ ബീഫ് കുക്കറിൽ
വേവിച്ചെടുത്തായിരുന്നു. സോ നെക്സ്റ്റ് ആണ് ഇനി നമ്മുടെ മെയിൻ പരിപാടീസ് വരുന്നത്. ഗൈസ് അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സോ അച്ഛൻ അതിൻ്റെ ഫുൾ പണിയിലാണ്. ഗൈസ് നമ്മുടെ ബീഫ് ഇതിലേക്ക് തട്ടി കഴിഞ്ഞു. ബീഫ് കറിയാണ്, അല്ല 2 വാക്ക് പറയാൻ പറഞ്ഞ കുറച്ചുകൂടി പറ. 2 വാക്കല്ലേ? ശിവ അതാ 2 വാക്ക്. അതല്ല, ഇതിനെ പറ്റി ബീഫ് കറീനെ പറ്റി 2 വാക്ക് പറയാം. ഇത്രയും സമയത്തെ ശ്രമഫലമായിട്ട് ബീഫ് അടുപ്പത്തായി. അടുത്തത് ഇനി അതിൻ്റെ ശരിക്കുള്ള പാകമാണെങ്കിൽ കുറഞ്ഞതൊരു 1/2 hour വേണം. സോ ഗൈസ് നമ്മളുടെ ബീഫ് കറി ഈസ് റെഡി. നമ്മൾ ആക്ച്വലി ബ്ലാക്ക് കളർ ആക്കുക, അതിന് എന്ത് പേര് പറയുന്നത് വെച്ചാൽ അത് പറ. ഫ്രൈ. ബീഫ് ഫ്രൈ ആക്കാമെന്നാണ് വിചാരിച്ചത്. ബട്ട് നമ്മൾ പത്തിരിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് അല്ലേ? ഗ്രേവി ഉണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിൽ ഇത് കുറച്ചൊരു ടേസ്റ്റ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ ഇതിനെ ഈ ഗ്രേവി ഇതാക്കി തന്നെ എടുക്കുകയല്ലേ? ഈ ടൈപ്പാണ്. എണ്ണ ഒഴിക്കണം. ഇതിനെ പറയണം ഒരു മീഡിയം ടൈപ്പാണ്. അപ്പോൾ ഈ ഒരു സെമി ഗ്രേവി എന്ന് പറയാം. സെമി ഗ്രേവി എന്ന് പറയാല്ലേ? സെമി ഗ്രേവിയാണ്, സെമിയാണ്. ഇത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു മിനിറ്റ് കാണിച്ചോട്ടെ. ഓക്കെ. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ തേങ്ങയാണ്. അതിനെ ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടണം. ഓക്കെ. അപ്പോൾ അത്രയും ടൈം കൂടെ ഇതിവിടെ ഇരുന്നോട്ടെ. ഓക്കെ. ഇതാണ് ആ ഒരു വറുത്ത് വെച്ചല്ലേ? ഇനി ഇത് ഇതിലേക്ക് ഇടണം. അതാണ് അടുത്ത പരിപാടി. ഇതിലേക്ക് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്താണ് സ്പെഷ്യൽ? ഇത് ഇടുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റ് മാറും. ഒരു ഡ്രസ്സല്ല, ഒരുപാട് ഡ്രസ്സുണ്ട് അതില്. ഞാൻ എൻ്റെ ഹെയർ കേളിയാക്കി ശേഷം വന്ന് ഫെയിലായി കുളിച്ചിട്ട് വന്നു. അമല ഇപ്പൊ കഴിക്കുന്നത്, നമ്മളെല്ലാരും ആ പത്തിരിയൊക്കെ ആയിട്ട് കഴിക്കാൻ വിചാരിച്ചു. പക്ഷെ അമലക്ക് ഇപ്പൊ നല്ല വിശക്കുന്നത്. അമലക്ക് ഇപ്പൊ കഴിച്ചേ പറ്റുള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചില്ല ഗായ്സ്. അങ്ങനെ എൻ്റെ വീഡിയോയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതുപോലെ അച്ഛൻ്റെ വീഡിയോയിൽ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ അമ്മ വന്നിട്ടുണ്ട്. സോ ഇവിടെ പത്തിരിയും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ പത്തിരി പൊട്ടിപ്പോയി ഗായ്സ്. കുഴപ്പമില്ല, ബട്ട് നമ്മൾ അടുത്തതിന് വെയിറ്റിംഗ് ആണ്. അമല എങ്ങനെയുണ്ട്? സൂപ്പർ. കറിയെ പറ്റി അഭിപ്രായം പറ. കിടിലം, നന്നായിട്ടുണ്ട്, നല്ല എരി. ആണല്ലേ? ഇത് ഇന്നലെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ ലുലുന്ന് വാങ്ങിയത്. സൂപ്പർ. ചോറിൻ്റെ കൂടെയാണോ കഴിച്ചത്? ഇതിൻ്റെ കൂടെയാണോ? രണ്ടും. എന്നെ അറിയാലോ, എന്തെല്ലാം സാധനം മിക്സ് ചെയ്ത് കഴിക്കും. സോ ഗൈസ് അച്ഛൻ്റെ ഡിഷ് ഇവിടെ റെഡിയാണ്. യെസ്, സംഭവം സെറ്റ് തന്നെ. അടിപൊളിയാ. എല്ലാവരും ട്രൈ ചെയ്യണം. യെസ്, എല്ലാവരും ട്രൈ ചെയ്യണം. അച്ഛൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് എല്ലാവരും ട്രൈ ചെയ്യാം. നല്ല രുചിയുണ്ട്. അത്യാവശ്യം എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ നന്നായിട്ട് പ്രയോജനം വന്നു. ഓക്കെ, ഓരോരുത്തരും ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ ബൈ.